സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത് 2025 PSC പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിട്ട് ശരിയായത് ഏത് എന്നാണ്. ശരിയായത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്. മൃദുഭാവേ ദൃഢകൃത്യേ എന്നത് കേരള പോലീസിന്റെ ആപ്തവാക്യമാണ്. കേരള പോലീസിന്റെ ആപ്തവാക്യമാണ് മൃദുഭാവേ ദൃഢകൃത്യേ എന്നത്. അതുപോലെ കേരള പോലീസ് സേനയുടെ മേധാവി ആര് എന്ന് ചോദിച്ചാൽ DGP ആണ്. പോലീസ് സേനയുടെ മേധാവി ആരാണ്? DGP ആണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനമാണ് എവിടെ? തൃശ്ശൂര്. കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രമാണ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വേൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡാമുകൾ തന്നിരിക്കുന്നു, റൈറ്റ് സൈഡിൽ നദികൾ തന്നിരിക്കുന്നു. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. ശരിയാണ്. ഒന്നും കൂടി, ബക്രാനങ്കൽ സത്ലജിലാണ്, ഹിരാക്കുഡ് മഹാനദിയിലാണ്, സർദാർ സരോവർ നർമ്മദയിലാണ്. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം ഭഗീരഥി, സർദാർ സരോവർ നർമ്മദ. അടുത്ത ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരി ഏത് എന്നതാണ് ചോദ്യം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. വാഗ്ഭടാനന്ദ ഗുരു ജനിച്ച സ്ഥലം പാട്യമാണ്, കണ്ണൂർ ജില്ല. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ഏത് വർഷമാണ്? 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. അപ്പം വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ മനസ്സിലാക്കി വെക്കുക. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ജനന സ്ഥലം പാട്യമാണ്. പാട്യം കണ്ണൂർ ജില്ലയിലാണ്. തത്വപ്രകാശിക എന്ന വിദ്യാലയം ആരംഭിച്ചത് വാഗ്ഭടാനന്ദ ഗുരുവാണ്. 1906 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദ ഗുരുവാണ്. വർഷം 1914 ആണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്ര പ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ. 1, 2, 3 മാത്രം. 1, 2, 3. സവർണ ജാഥ
ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നതാണ് സവർണജാഥ. സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പൊ സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ്. അടുത്തത്, ക്ഷേത്രപ്രവേശനം തെറ്റാണ്, സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു ആവശ്യം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത്: പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഖ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സദ്ദിഹീത ബോധിനി. രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. സദ്ദിഹീത ബോധിനി എന്നത് വീരേശലിംഗത്തിന്റെ കൃതിയാണ്. വീരേശലിംഗത്തിന്റെ കൃതിയാണ് സദ്ദിഹീത ബോധിനി എന്നത്. പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, The Precepts of Jesus, The Guide to Peace and Happiness. തുഖ്ഫത്തുൽ മുവാഹിദീൻ ഇതെല്ലാം രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടുന്നതാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു കേരള മീഡിയ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള ലളിതകല അക്കാദമി. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 3 ശരിയാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ശരിയാണ്. കേരള മീഡിയ അക്കാദമി എവിടെയാണ്? കാക്കനാടാണ്. കേരള മീഡിയ അക്കാദമി കാക്കനാട്. കേരള ലളിതകല അക്കാദമി എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള ലളിതകല അക്കാദമി എവിടെയാണ്? തൃശ്ശൂർ. കേരള മീഡിയ അക്കാദമി കാക്കനാട്, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകല അക്കാദമി തൃശ്ശൂർ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ശരി ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. നയി താലിം ആര് വിഭാവനം ചെയ്ത പദ്ധതിയാണ്? ഗാന്ധിജി വിഭാവനം ചെയ്ത പദ്ധതിയാണ് നയി താലിം എന്നത്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അനാസക്തി യോഗം എന്നത് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ആരാണ്? ബെൻ കിങ്സ്ലി ആണ്. ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി തന്നിരിക്കുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. ഇതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മനിലയാണ്. ഫിലിപ്പീൻസിൽ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. ഒന്നും കൂടി, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, നാറ്റോന്റെ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ.
അടുത്തത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? നംചബർവയാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത്. നംചബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ. കരേവ മണ്ണിനമാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം. എന്ത് കാരണമാണ്? അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയില് കസാനിലാണ്. റഷ്യയില് കസാനില്. 2025 റിയോ ഡോ ജനീറോയാണ് ബ്രസീലില്. ബ്രസീലില് റിയോ ഡി ജനീറോയിലാണ് 2025 ബ്രിക്സ് ഉച്ചകോടി. ഗുർ, ഖണ്ഡസാരി. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഗുർ, ഖണ്ഡസാരി എന്നിവ പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അജണ്ട 21. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രായപരിധി ഓപ്ഷൻ ബി ആണ് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നത് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അടുത്തത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 ഫ്യൂഡൽ നികുതി നൽകുക എന്നത്. ഫ്യൂഡൽ നികുതി നൽകുക. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം? ശ്രീനാരായണ ഗുരു തന്നിരിക്കുന്നത് അരുൾനൂൽ, ആദിഭാഷ, വേദാധികാര നിരൂപണം, നവമഞ്ജരി. ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരിയാണ്. നവമഞ്ജരി. അരുൾനൂൽ വൈകുണ്ഠസ്വാമികളുടേതാണ്. വൈകുണ്ഠസ്വാമികളുടേതാണ് അരുൾനൂൽ. ആദിഭാഷയോ? ആദിഭാഷ
ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് ആദിഭാഷ. ഇനി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പൊ അരുൾനൂൽ വൈകുണ്ഠസ്വാമികൾ, ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ, വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ, നവമഞ്ജരി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ധോളാവിരയാണ്. ധോളാവിര. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശമാണ് ധോളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൽ ആനി ബസന്റുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഒന്നു മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. പാഞ്ചാലി ശബദം എഴുതിയത് ആര്? പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് വി രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? വി രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീമിന്റെ പേര് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാനയാണ്. തെലുങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വകുപ്പ് 19 മുതൽ 22 വരെയുള്ളത്. വകുപ്പ് 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ളത് 14 മുതൽ 18 വരെ. മത സ്വാതന്ത്ര്യത്തിന് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഒന്നുകൂടി നോക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? മൗലിക കർത്തവ്യങ്ങൾ. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം. ഓപ്ഷൻ ഡി ഇവ എല്ലാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന.
2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 ശരിയാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്? അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആനന്ദമഠം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? തന്നിരിക്കുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഓപ്ഷൻ ഡി ആണ് ഇവ എല്ലാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി നദിയാണ്. കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? കഥകളി ഉണ്ടായത് രാമനാട്ടത്തിൽ നിന്നുമാണ്. രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം 1812. ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷൻ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 4. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു എന്നിവ ശരിയാണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? നിഹോൺ ഹിൻഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? 70ാമത് കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം, ചട്ടമ്പിസ്വാമികൾ, അഖിലത്തിരുട്ട്, വൈകുണ്ഠസ്വാമികൾ, ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ശരിയായത് ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മിയാണ്. പ്രാചീന മലയാളം ആരുടേതാണ്?
ചട്ടമ്പി സ്വാമികളുടേതാണ്. അഖിലത്തിരുട്ട് ആരുടേതാണ്? അയ്യാം വൈകുണ്ഠരുടേതാണ്. ദർശനമാല ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, അഖിലത്തിരുട്ട് അയ്യ വൈകുണ്ഠർ, ദർശനമാല ശ്രീനാരായണ ഗുരു, ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ. 2025 പ്രഥമ ഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. 2025 പ്രഥമ ഗോ ലോകകപ്പ് ഇന്ത്യയാണ്. ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കെ.ബി. മേനോൻ. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുവാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുവാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെയാണ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത്? ബീജസംയോഗത്തിന് ശേഷം നടക്കുന്നത് ഓവ്യൂൾ വിത്താകുന്നു. ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ഏത്? എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ബോട്ടാണിക്കൽ ഗാർഡനുകളാണ്. എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ബോട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഗ്ലോബുലിനാണ്. ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത്. മാംസ്യത്തിൻ്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത് ലിപ്പേസ് ആണ്. ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയും. ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 ശരിയാണ്. 3, 4 തെറ്റാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസുകളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി ബാക്ടീരിയ രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവ വൈറസ് രോഗങ്ങളാണ്. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. ശാസ്ത്രീയമായ രീതിയിലുള്ള മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി. തെന്നി നീങ്ങുന്ന സന്ധിയാണ്. തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു. ഓപ്ഷൻ ബി ആണ്. 2, 3 ശരി. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. സിനാപ്സ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തങ്ങൾ അൽനിക്കോയാണ്. അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. പ്രോട്ടോണിന് ആ പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്.
പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു: സൗരോർജം, കാറ്റിൽ നിന്നോർജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകൾ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അൾട്രാസോണിക്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.